പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വഞ്ചനയുടെയും അവിഹിതത്തിന്റെയും കഥകളാണ്. വെച്ചുച്ചിറ മുക്കുട്ടുതറ സ്വദേശി സുനിൽകുമാറിന്റെ ഭാര്യ സൗമ്യയാണ് കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്. സൗമ്യയോടൊപ്പം തന്നെ തൂങ്ങി മരിക്കാൻ ഒരുങ്ങിയതായിരുന്നു സുനിൽകുമാറും. എന്നാൽ സൗമ്യ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സുനിൽകുമാർ പിന്മാറുകയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് സൗമ്യയുടെ ഭർത്താവായ സുനിൽകുമാറിനെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെയാണ് ഈ ആത്മഹത്യയ്ക്ക് പിന്നിലെ ഭാര്യമാരെ പങ്കിടുന്നതടക്കമുള്ള അവിഹിത കഥകൾ പോലീസ് പുറത്തുവിടുന്നത്. സൗമ്യ ഭർത്താവിനും മകൻ സായിക്കുമൊപ്പം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. സൗമ്യ മുക്കുട്ടുതറയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ 8 മാസമായി അക്കൗണ്ടന്റായി ജോലി നോക്കി വരികയാണ്. സുനിൽകുമാർ സ്വകാര്യ വാഹനത്തിൽ ഡ്രൈവറാണ്. സുനിൽകുമാറിന്റെ സുഹൃത്തിന്റെ ഭാര്യ സുനിൽകുമാറിനെതിരെ എരുമേലി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സുനിൽകുമാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് സൗമ്യയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സുനിൽകുമാറും മുക്കുട്ടുതറ സ്വദേശിയായ യുവാവും അടുത്ത സുഹൃത്തുക്കളാണ്. എന്നാൽ സുഹൃത്തിന് സുനിൽകുമാറിന്റെ ഭാര്യ സൗമ്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം സുനിൽകുമാറിനും അറിയാമായിരുന്നു. മാത്രമല്ല, സുനിൽകുമാറും സുഹൃത്തും നിരന്തരം സാമ്പത്തിക ഇടപാടുകളും നടത്തി വന്നിരുന്നു. സുഹൃത്തിന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും സുനിൽ മുഖേന സൗമ്യയ്ക്ക് കൊടുക്കുമായിരുന്നു. ഇതിന്റെ പ്രത്യുപകാരമായാണ് സൗമ്യ അയാൾക്ക് വഴങ്ങിക്കൊടുത്തതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇവരുടെ അവിഹിതം മനസ്സിലാക്കിയ സുനിൽകുമാർ സുഹൃത്തിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് സുഹൃത്തിനോട് ആവശ്യമുന്നയിച്ചു. എന്നാൽ സുഹൃത്തിന്റെ ഭാര്യ അതിന് വഴങ്ങിയില്ല. തുടർന്ന് ഭർത്താവുമായി വഴക്കിടുകയും യുവതി എരുമേലിയിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് സുഹൃത്ത് തന്റെ സ്വന്തം ഭാര്യയുമായുള്ള കിടപ്പറ രംഗങ്ങൾ സുനിലിന് കൈമാറി. ഈ രംഗങ്ങൾ ഉപയോഗിച്ച് സുനിൽകുമാർ യുവതിയെ വിളിച്ച് തനിക്ക് വഴങ്ങണമെന്നും ഇല്ലാത്ത പക്ഷം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇതിനൊന്നും വഴങ്ങാതെ യുവതി നേരെ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഇതോടെയാണ് സുനിൽകുമാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ രഹസ്യബന്ധങ്ങളും മറ്റും വെളിപ്പെടുമെന്നും നാണക്കേടാകുമെന്നും അതിനാൽ ഒരുമിച്ച് മരിക്കാമെന്നും സുനിലും ഭാര്യ സൗമ്യയും കൂടി തീരുമാനിക്കുന്നു. രാത്രി 10:45 സൗമ്യയുടെ വീട്ടിലായിരുന്ന മകൻ സായിയെ ഫോണിൽ വിളിച്ച് സൗമ്യ സംസാരിച്ചതായും അതിനുശേഷം കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് ഇരുവരും കൂടി തീരുമാനിച്ച് സുനിൽകുമാർ ഫാനിൽ കയർ കെട്ടിക്കൊടുത്തതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ടിരുന്ന പ്ലാസ്റ്റിക് കയർ മുറിച്ചെടുത്ത് കിടപ്പുമുറിയിലെ ഫാനിൽ കെട്ടി മുറുക്കിയതും സൗമ്യയുടെ കഴുത്തിലിടാൻ കുരുക്കിട്ട് കൊടുത്തതും സുനിലാണ്. യുവതിക്ക് കയറി നിൽക്കാൻ പാകത്തിന് കട്ടിൽ ചരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. സുനിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും രാത്രി മുറിയിൽ കയറി സൗമ്യ തൂങ്ങിയ ശേഷം മാത്രമേ സുനിൽ തൂങ്ങാവൂ എന്നും ഇവർ പരസ്പര ധാരണയിലെത്തിയിരുന്നു. സുനിൽ തൂങ്ങി മരിക്കാനായി ഒരു കഷണം കയർ മുറിച്ച് മുറിയിൽ കുരുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് മരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷം സുനിൽ മരണത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തുടർന്നാണ് സുനിലിനെ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും സുനിൽകുമാർ വ്യക്തമാക്കിയത്.